Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU BTech S1 Maths Group B and C ആണ്. PYQ solutions ആണ് നോക്കുന്നത്. Module 3-ലേതാണ്. First question, find Laplace transform of e raised to 2t plus 4t cube minus 2 sin 3t. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഫംഗ്ഷന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 by s minus 2, കാരണം e raised to 8യുടേത് 1 by s minus a ആണ്. ഇവിടെ a യുടെ സ്ഥാനത്ത് 2 ആണ്. Similarly, Laplace transform of 4t cube എന്ന് പറഞ്ഞാൽ 4 into Laplace transform of t cube n factorial by s raised to n plus 1. അപ്പോൾ 3 factorial by s raised to 4 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 factorial 6 ആണ്. 6 into 4 24 by s raised to 4. Laplace transform of 2 sin 3t എന്താണ്? 2 into a by s square plus a square. 3 by s square plus 3 square. 3 into 2 6 by s square plus 9 വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊത്തം ഈ ടേമിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് വരിക? 1 by s minus 2 plus 24 by s raised to 4 minus 6 by s square plus 9. ഇനി നെക്സ്റ്റ് വേണ്ടത് ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് s square minus 3s plus 4 divided by s cube. s സ്ക്വയറും s ക്യൂബിലും കട്ടായി പോയി കഴിഞ്ഞാൽ 1 by s വരും. 3s by s cube 3 by s square 4 by s cube. ഓരോന്നിന്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് എന്ത് വരും? 1 by s ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് 1 ആണ്. 1 by s സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ് കിടക്കുന്നുണ്ട്. n plus 1 by n factorial by s raised to n plus 1 ആണ് t raised to n. അപ്പോൾ ഇവിടെ s സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവിടെ n plus 1 s raised to n plus 1 equal to ആണ്. n plus 1 equal to ആണ് 2. അപ്പോൾ n എന്താണ്? 1. അപ്പോൾ t raised to 1 1 factorial divided by 1 factorial വരും. 1 by s raised to n plus 1 equal to 1 by n factorial into Laplace transform of t raised to n. അപ്പോൾ 1 by 3 by s square വരും. ഇവിടെ 4 by s cube എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 by into t square by 2 വരും. n plus 1 ആണ് 3 n 2. അപ്പോൾ t square by 2 1 by 2. ഈ 2ഉം 4ഉം ക്യാൻസൽ ആയിട്ട് 1 minus 3t plus 2t square ആണ് ലാസ്റ്റ് ആൻസർ. Use Laplace transform, solve y double dash plus 5 dash plus y dash plus 6y equal to 0, y of 0 equal to 0, y dash of 0 equal to minus 1. ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ടാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ y ഡബിൾ ഡാഷിന്റെ ലാപ്ലേസ് എന്ത് വരും? എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 5y dash 5 into s y of s minus y of 0 plus 6 into y of s equal to 0. അപ്പോൾ ഇതിൽ y of s ന്റെ ടേംസ് ക്ലബ് ചെയ്താൽ s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 into y of s. y of 0 0 ആണ്. y dash of 0 minus 1 minus 2 minus plus 1. y of s equal to minus 1 by s square plus 5s plus 6. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് s plus 3 into s plus 2 എന്ന് എഴുതാം. സം 5ഉം മൾട്ടിപ്ലിക്കേഷൻ 6ഉം ആയിട്ട്. ദാറ്റ് ഈസ് a by s plus 3 plus b by s plus 2. ഇനി ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തുമ്പോൾ എന്ത് വരും? ഈ s plus 3 into s plus 2 വെച്ചിട്ട് LHSഉം RHSഉം മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എല്ലാം കട്ടായിട്ട് -1 വരും. ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കാരണം അത് ഈക്വൽ ആണ്. ഇതുകൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ് രണ്ട് ടേം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ a into s plus 2 plus b into s plus 3 വരും. ഇത് എല്ലായ്പ്പോഴും റെഡി ആവില്ല ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ റിപ്പീറ്റ് അല്ലാത്ത ഫാക്ടേഴ്സ് വരുന്ന കേസിൽ മാത്രമാണ് ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് ടേം ഉള്ള ഇതിൽ മാത്രമാണ് പാർഷ്യൽ ഫ്രാക്ഷനിലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോ ടേം ബൈ ടേം ആയിട്ട് ഈ s plus 3 into s plus 2 മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, then s equal to -2 ആണെങ്കിൽ എന്ത് വരും? ഈ ടേം 0 ആയി പോകും. 3 minus 2 എന്ന് പറയുന്നത് 1 ആണ്. -1, that is b equal to -1. b into 1 equal to -1. b equal to -1. ഇനി s ന് 3 കൊടുത്തു കഴിഞ്ഞാലോ, s ന് -3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ടേം 0 ആയി പോകും. -3 plus 2 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. -a equal to -1, that is a equal to 1 ആണ്. y of s എന്ത് വരും? 1 by s plus 3 minus 1 by s plus 2. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുത്താൽ e raised to -3t minus e raised to -2t വരും. കാരണം L ഇൻവേഴ്സ് ഓഫ് 1 by s plus a എന്ന് പറഞ്ഞാൽ e raised to -8t ആണ്. ഓക്കെ, ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് 2s plus 1 by s square plus 2s plus 5. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഈ ഒരു സിംപ്ലി ഫാക്ടറൈസ് ചെയ്യാൻ ഇതിനെ പറ്റില്ല. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5ഉം ആഡ് ചെയ്യുമ്പോൾ 2ഉം കിട്ടില്ല.
അപ്പോൾ നമ്മൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവാണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലേ 2, അതിൻ്റെ ഹാഫ് എത്രയാണ് 1, അതിൻ്റെ സ്ക്വയർ 1 തന്നെ, അത് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക. എപ്പോഴും അങ്ങനെയാണ്. ഡിഗ്രി 1 ആയിട്ടുള്ള ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 2ൻ്റെ ഹാഫ് 1, 1 സ്ക്വയർ ചെയ്താൽ 1 തന്നെ, അത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് ബാലൻസ് ചെയ്യാനാണ് ആഡ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇത്രയും ടൈം s+1 ഹോൾ സ്ക്വയർ 5 - 1 + 4 വരും. അപ്പോൾ ഇത് ആക്ച്വലി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിലോട്ടാണ് ഈ ലാപ്ലേസ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ എസ് എല്ലാം s+1 ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ 2s മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എസും s+1 ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി, 2 പുറത്തോട്ട് ഇട്ടിട്ട് s+1 - 1 എഴുതി. എന്നിട്ട് ഈ 2 കൊണ്ട് 2 × s+1 ഒരു ടേം ആക്കി നിർത്തി 2 × -2 ഈ +1 ആയിട്ട് -1 വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ, s/s² + a² cos ആണ്. ഇത് 1/s² + a² sin ആണ്. അപ്പോൾ 2e - t cos 2t -1/2 e - t sin 2t. എങ്ങനെ 1/2 വന്നത്? നമുക്കറിയാം സൈനിൻ്റെ എന്ന് പറഞ്ഞാൽ a/s² + a² ആണ് സൈൻ. ഇവിടെ a ഇല്ല. a ഇല്ലാത്ത കാരണമാണ് ഇത് ബാലൻസ് ചെയ്യാൻ 1/a കൊടുത്തത്, 1/2 കൊടുത്തത്. ഇവിടെ a² 4 ആണ്. അപ്പോൾ a = 2 ആയിരിക്കും. അപ്പോൾ e - t കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്താൽ 2 cos 2t - 1/2 sin 2t വരും. Using convolution theorem, find L inverse of 1/s × s² + 4. f of t എന്ന് പറയുന്നത് അപ്പോൾ അതായത് കൺവല്യൂഷൻ തിയറം പ്രകാരം L inverse of f of s × g of s എന്ന് പറഞ്ഞാൽ f കൺവല്യൂഷൻ g ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to t f of u g of t - u du. അപ്പോൾ f of s 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് 1 ആണ്. 1/s² + 4ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് 1/2 sin 2t ആണ്. അങ്ങനെയാണെങ്കിൽ L inverse of 1/s × s² + 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും, f of t, ദാറ്റ് ഈസ് f of u എന്ന് പറയുന്നത് 1 തന്നെ, g of t - u 1/2 sin 2 of t - u du എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ്റെ ഇൻറ്റഗ്രലിൽ മാറ്റണമെങ്കിൽ ഈ 2t - 2u എന്നുള്ളത് മാറ്റണം. അപ്പോൾ p ആക്കി dp എന്ന് പറഞ്ഞാൽ -2 du വരും. ദാറ്റ് ഈസ് du എന്ത് വരും, 1 - 1/2 dp. ഇനി u 0 ആണെങ്കിൽ p എന്ന് പറഞ്ഞാൽ 2t വരും. u tt ആണെങ്കിൽ p എന്ന് പറഞ്ഞാൽ 2t - 2t 0 വരും. അപ്പോൾ ആ ഇൻറ്റഗ്രേഷൻ നമുക്ക് നോക്കാം. 1/2 integral 2t to 0 sin p into 1 - 2 1/2 dp. Integral sin p എന്നുള്ളത് - cos p ആണ്. within the limit 2t to 0 upper limit is -cos 0 - -cos 2t. -cos 0 1 ആണ്. -+ 1 plus cos 2t ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4 into 1 - cos 2t വരും. ദാറ്റ് ഈസ് അതാണ് ഫൈനൽ ആൻസർ. Next question, find Laplace transform of f of t where f of t equal to t - 1 where 1 less than t less than 2 where equal to 3 - t where 2 less than t less than 3. Laplace transform of f of t എന്ന് പറഞ്ഞാൽ integral 0 to infinity f of t e - st dt ആണ്. ഇവിടെ f of t t - 1 ആണ്. ഇത് e - st dt. 2 to 3ഉം 3 - t e - st dt. അതായത് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തു. 1 to 2 t - 1 ആണ്. 2 to 3 3 - t ആണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു f of t വാല്യൂസ്. ഇനി ഓരോന്നും ഇൻ്റഗ്രേഷൻ നടത്തണം. ആദ്യം ഈ ഒരു ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ബെർണോളിസ് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ t - 1 അങ്ങനെ എഴുതി. e - st ഇൻ്റഗ്രേഷൻ e - st by - s divided by -s minus t - 1ന്റെ ഡെറിവേറ്റീവ് 1 ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e - st by - s the whole square within the limit 1 to 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ tക്ക് 2 കൊടുത്തു, tക്ക് 2 കൊടുത്തു, e - 2s minus e - 2s. ലോവർ ലിമിറ്റ് 1 - 1 0, അപ്പോൾ ഈ ടൈം 0 e - 1 e - s by s² വരും. അപ്പോൾ ലാസ്റ്റ് ആൻസർ എന്ത് വരും, e - s minus e - 2s minus s e - 2s by s². അതാണ് ഇന്റഗ്രൽ 1 to 2ന്റെ t - 1 e - st dt. ഇനി ഇന്റഗ്രൽ 2 to 3 കാണണം. 2 to 3 എന്ന് പറഞ്ഞാൽ 3 - t e - st dt ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണെങ്കിൽ ബെർണോളിസ് ഫോർമുല 3 - t അതുപോലെ എഴുതി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. -3 - t ഇന്റഗ്രൽ ഡെറിവേറ്റീവ് -1 ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e - st by - s the whole square. ലിമിറ്റ് 2 to 3 അപ്ലൈ ചെയ്യാം.
3 minus 3 e times 0 പോവും. ഇതിൽ e raised to minus 3s by s square. Lower limit minus 3 minus 2 1 e raised to minus 2s by minus s minus minus plus and upper limit minus lower limit minus e raised to minus 2s by s square. അപ്പോൾ ഈ 3 ടേമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 2ഉം 3 രണ്ട് പാർട്ടായിട്ട് നമ്മൾ കണ്ടത്, അത് രണ്ടും ആഡ് ചെയ്ത് ഇടുക. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടിലും എസ് സ്ക്വയർ ആയ കാരണം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. ഈ മൈനസ് എസ് ഇ റെസ്റ്റ് മൈനസ് 2എസും പ്ലസ് ഇ റെസ്റ്റ് മൈനസ് 2എസും ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ള ടേമിന് അതേപോലെ എടുത്ത് എഴുതി. അപ്പോൾ മൈനസ് ഇ റെസ്റ്റ് മൈനസ് 2എസ് മൈനസ് ഇ റെസ്റ്റ് മൈനസ് 2എസിനെ ആഡ് ചെയ്താൽ മൈനസ് 2 ഇ റെസ്റ്റ് മൈനസ് 2എസ് ആവും. ഇതാണ് ഫൈനൽ ആൻസർ. ഇതോടുകൂടി നമ്മൾ മൊഡ്യൂൾ 4 മൊഡ്യൂൾ 3 PYQ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു മൊഡ്യൂൾ 3 ഉണ്ടായിരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.